രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഗാസയിൽ വൻ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. 400-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ആക്രമണത്തിന് പിന്നാലെ ഗാസയുടെ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ടാർഗറ്റഡ് ഗ്രൗണ്ട് ഓപ്പറേഷൻ എന്ന് പേരിട്ട് നടത്തുന്ന ആക്രമണങ്ങളിലൂടെ ഗാസയുടെ പ്രദേശങ്ങൾ ഓരോന്നായി പിടിച്ചെടുക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യമായ IDF വ്യക്തമാക്കുന്നത്. വ്യോമാക്രമണം നടത്തിയതിന്റെ അടുത്ത ദിവസമായിരുന്നു ടാർഗറ്റഡ് ഗ്രൗണ്ട് ഓപ്പറേഷൻ IDF ആരംഭിച്ചത്. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മുഴുവൻ വിട്ടയക്കും വരെ യാതൊരുവിധ ചർച്ചയ്ക്കും ഇല്ലെന്നും ഗാസ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. സുരക്ഷാ മേഖല വിപുലീകരിക്കുന്നതിനും വടക്കൻ തെക്കൻ ഗാസകൾക്കിടയിൽ ഭാഗിക ബഹർ സൃഷ്ടിക്കുന്നതിനുമായി മധ്യ തെക്കൻ ഗാസ മുനമ്പിൽ തങ്ങളുടെ സൈന്യം കര ആക്രമണങ്ങൾ തുടരുമെന്നും IDF പറയുന്നു. മാത്രമല്ല, ആക്രമണം കടുപ്പിച്ചതോടെ ഗസയെ വിഭജിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയുടെ ഒരു ഭാഗം മുഴുവൻ ഇസ്രായേൽ സൈന്യം തിരിച്ചുപിടിച്ചതായി പറയുന്നു. ഇസ്രായേൽ ബന്ദികളെ പാലസ്തീൻ സായുധ സംഘം മോചിപ്പിക്കുകയും പ്രദേശത്തിന്റെ നിയന്ത്രണം ഉപേക്ഷിക്കുകയും ചെയ്യുന്നതുവരെ ആക്രമണങ്ങൾ ഇനിയും കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഇസ്രായേൽ ഹമാസിന് നൽകിയ മുന്നറിയിപ്പ്. ജാനുവരി മുതൽ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ തകർന്നതിനെ തുടർന്നാണ് ഈ നീക്കം. മാർച്ച് 18-ന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 400-ലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജാനുവരിയിൽ ആരംഭിച്ച വെടിനിർത്തൽ പ്രകാരം ഇസ്രായേൽ സൈന്യം പിന്മാറിയിരുന്ന വടക്കൻ ഗാസയെയും തെക്കൻ ഗാസയെയും വേർതിരിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയുടെ ഒരു ഭാഗമാണ് സൈന്യം ഇപ്പോൾ തിരിച്ചുപിടിച്ചത്. തെക്കൻ ഗാസയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ച ഇസ്രായേലിന്റെ നടപടി ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് മടങ്ങുമോ എന്ന ഭയം ഉയർത്തിയിരിക്കുകയാണ്. ഗാസയിലെ കരസേനയുടെ മുന്നേറ്റം ഇസ്രായേൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറിയെന്നും വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയെന്നുമുള്ളതിന്റെ വ്യക്തമായ സൂചനയാണെന്ന് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖാനവ് പറഞ്ഞു. മാർച്ച് 18-ലെ ബോംബാക്രമണത്തിന് ശേഷം ഹമാസിന്റെ റോക്കറ്റ് പ്രത്യാക്രമണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.